ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര ഭാഗം 28. ഞാൻ പറയുന്നത് ഒരുപക്ഷെ തെറ്റായിരിക്കാം, എങ്കിലും അത് പറയാതിരിക്കാൻ എനിക്കാവില്ല മീര. ഏതൊരു ബന്ധത്തിൻ്റെയും അടിസ്ഥാനം വിശ്വാസമാണ്. നിനക്ക് എന്നോടുള്ള ആ വിശ്വാസം പലപ്പോഴും ഞാൻ ലംഘിച്ചോ എന്ന് എനിക്ക് ഭയമുണ്ട്. ഡാനി ഒരു നിമിഷം നിർത്തിയിട്ട് ആലോചനയോടെ അവളെ നോക്കി. എനിക്കങ്ങനെ തോന്നുന്നില്ല ഡാനി. നീ എന്നെ സഹായിക്കുക മാത്രമാണ് ചെയ്തത്. വലിയൊരു അപകടത്തിൽപ്പെട്ട് ഉറ്റവരും ഉടയവരുമില്ലാതെ തനിച്ചായിപ്പോയ ഒരു പെൺകുട്ടിയോട് കാരുണ്യം കാണിക്കുന്നത് എങ്ങനെയാണ് തെറ്റാവുന്നത്? യാതൊരു ബന്ധവും ഇല്ലാതിരുന്നിട്ടും കൂടി നീ എനിക്ക് നൽകിയ ആ തണൽ, അതൊരു വലിയ കാര്യമാണ്. മീരയുടെ സ്വരത്തിൽ ആത്മാർത്ഥതയുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ മറ്റൊരാളെ നിരുപാധികം സഹായിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? ഡാനിയുടെ ചോദ്യം അവളെ തളച്ചു. അവൾ നിസ്സംഗതയോടെ അവനെ നോക്കി. ഒരിക്കലുമില്ല മീര. നമുക്കൊരാളോട് ഏതെങ്കിലും തരത്തിലുള്ള താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ നാം അവർക്കായി ഇറങ്ങിത്തിരിക്കുകയുള്ളൂ. നീ വിചാരിക്കുന്നത് പോലെ കേരൻ പരിചയപ്പെടുത്തിയപ്പോഴല്ല ഞാൻ നിന്നെ ആദ്യമായി കാണുന്നത്. നമ്മുടെ ഷെൽട്ടറിലേക്ക് നീ നടന്നു വന്ന ആ നിമിഷം തന്നെ നീ എൻ്റെ കണ്ണുകളിൽ പതിഞ്ഞവളാണ്. ജന്മങ്ങൾക്കപ്പുറം എവിടെയോ ഉടലെടുത്ത ഒരു പരിചയമെന്ന് എൻ്റെ ഉള്ളിൽ നിറഞ്ഞു. പക്ഷേ അതൊരു പ്രണയമായിരുന്നോ? അറിയില്ല. സൗഹൃദം എന്ന വാക്കാണ് അന്ന് ആ സ്നേഹത്തിന് ഞാൻ നൽകിയത്. എന്നാൽ കേരൻ പോയതോടെ ആ സ്നേഹത്തിന്റെ നിറം മാറി. വെറും ഒരു സൗഹൃദമായിരുന്നില്ല അത്. കാലങ്ങൾ മുന്നോട്ട് പോയപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്. എൻ്റെ ഹൃദയമാകുന്ന ചിപ്പിക്കുള്ളിൽ ഞാൻ ഒളിച്ചു വെച്ച അതിമനോഹരമായ ഒരു മുത്ത്, അതായിരുന്നു നീ. ഡാനി, എന്തൊക്കെയാ നീ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മീര ഞെട്ടലോടെയും ഭയത്തോടെയും അവനെ തടയാൻ ശ്രമിച്ചു. മനസ്സിലായ കാര്യങ്ങൾ മനസ്സിലാവാത്തതുപോലെ നടിക്കരുത് മീര. എത്രയോ പേർ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നു. നിനക്ക് കിച്ചുവിനോടല്ലാതെ മറ്റാരോടെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? ആത്മാർത്ഥമായി ഒരാളെ സ്നേഹിക്കുമ്പോഴും മനുഷ്യ മനസ്സ് ചിലപ്പോൾ അപ്രതീക്ഷിതമായി വഴിമാറി സഞ്ചരിച്ചേക്കാം. മനുഷ്യൻ അവരങ്ങനെയാണ്. നിന്നോട് എനിക്ക് തോന്നിയ ഈ ഇഷ്ടം എങ്ങനെയാണ് തെറ്റാകുന്നത്? അതൊക്കെ വെറും ന്യായീകരണങ്ങളാണ് ഡാനി. സ്വന്തം തെറ്റുകളെ വെള്ളപൂശാൻ മനുഷ്യൻ കണ്ടെത്തുന്ന കുടില തന്ത്രങ്ങൾ. നമുക്ക് ഈ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കാം. മീര അവനിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ഇല്ല, ഇത് സംസാരിക്കാതെ പറ്റില്ല. എന്തിനാണ് നീ എൻ്റെ കുഞ്ഞിന്റെ അമ്മയാകുന്നത് ഞാൻ തടയുന്നതെന്ന് നീ അറിയണം, ഡാനി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. മീര, ഒരുപക്ഷെ നീ ഇനിയും അറിഞ്ഞിട്ടില്ലെന്ന് നടിക്കുകയാണെങ്കിൽ ഞാൻ വ്യക്തമായി പറയാം. മുൻപ് ഞാൻ നിന്നോടൊരു കള്ളം പറഞ്ഞു. ഞാൻ നിന്നെ പ്രണയിക്കുന്നില്ലെന്ന വലിയ കള്ളം. സത്യം അതല്ല. എൻ്റെ കേരൻ ഇനിയൊരിക്കലും തിരിച്ചു വരില്ല എന്നറിഞ്ഞ നിമിഷം മുതൽ നീ എൻ്റെ ഹൃദയത്തിലുണ്ട്. പതുക്കെ പതുക്കെ അത് നിന്നോടുള്ള പ്രണയമായി വളർന്നു. എനിക്ക് നീയില്ലാതെ പറ്റുന്നില്ല. ഡാനിയുടെ തുറന്നു പറച്ചിൽ ഒരു മിന്നൽ പിഴർ പോലെ മീരയെ തളച്ചു. അപ്പോൾ നീ കേരനെ ചതിക്കുകയായിരുന്നോ? നീയും ഒരു ചതിയനാണോ? അവൾ ക്രോധത്തോടെ ചോദിച്ചു. ഒരിക്കലുമില്ല. കേരൻ ജീവിച്ചിരുന്നെങ്കിൽ ഈ രഹസ്യം എൻ്റെ ഉള്ളിൽ തന്നെ മരിക്കുമായിരുന്നു. ഭാര്യയോടുള്ള വിശ്വസ്തതയായിരുന്നു എനിക്ക് വലുത്. പക്ഷെ ഇന്ന് സാഹചര്യങ്ങൾ മാറി. കേരൻ പോയതോടെ നിന്നോടുള്ള പ്രണയത്തിന്റെ ആഴം കൂടിയിരിക്കുന്നു. ഈ അവസ്ഥയിൽ നിന്നിലൂടെ എനിക്കൊരു കുഞ്ഞു പിറന്നാൽ നിന്നോടുള്ള എൻ്റെ അനുരാഗം നിയന്ത്രിക്കാനാകാതെ വളരും. നിന്റെ മകന് പോലും നിന്നെ വിട്ടുകൊടുക്കാൻ പറ്റാത്തത് സ്വാർത്ഥനായി ഞാൻ മാറിയേക്കാം. അതുകൊണ്ട് നമുക്കിത് വേണ്ട. ഡാനി പറയുന്ന ഓരോ വാക്കുകളും അവളുടെ ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറി. എങ്കിലും മീര തളർന്നില്ല. അവൾ അല്പനേരം മൗനമായിരുന്ന ശേഷം പതുക്കെ പുഞ്ചിരിച്ചു. ഡാനി, പ്രണയം ഒരു സമസ്യയാണ്. ഒരാൾ അത് ലോകത്തിൽ നിന്ന് ഒളിപ്പിച്ചാലും പ്രണയിക്കുന്ന ആളിൽ നിന്നും മറച്ചു വെക്കാൻ കഴിയില്ല. നീ 1000 വട്ടം നിഷേധിച്ചാലും നിന്റെ കണ്ണിന്റെ തിളക്കം എനിക്ക് മനസ്സിലാകുമായിരുന്നു. പക്ഷേ ഒരു കാര്യം ഓർക്കുക മീര, നീ വിചാരിക്കുന്നത്ര ദുർബലയല്ല. എൻ്റെ ഉള്ളിലും പ്രണയമുണ്ട്. പക്ഷേ അതെന്റെ മകനോടുള്ള സ്നേഹത്തേക്കാൾ വലുതല്ല. നീ എത്ര ശ്രമിച്ചാലും എനിക്ക് നിന്നിലേക്ക് ചേരാനാവില്ല. അവളുടെ വാക്കുകൾക്ക് വാളിന്റെ മൂർച്ചയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് മീര, നമുക്കിത് വേണ്ടെന്ന്. എനിക്കെൻ്റെ കുഞ്ഞിനെ വേണം. അതിനായി ഞാൻ മറ്റൊരമ്മയെ കണ്ടെത്തിക്കോളാം. നമ്മൾ ഇനി കാണാതിരിക്കുന്നതാണ് ഉചിതം. കഷ്ടം തന്നെ ഡാനി. നീ ജീവന് തുല്യം സ്നേഹിച്ചു എന്ന് പറയുന്ന കേരനെ ഇത്ര പെട്ടെന്ന് നിനക്ക് മറക്കാനായെങ്കിൽ ബെൻ പറഞ്ഞതുപോലെ ആ കുഞ്ഞിന്റെ കാര്യം ഒന്നുകൂടി ചിന്തിക്കുന്നതാണ് നല്ലത്. അവൾ പരിഹാസത്തോടെ പറഞ്ഞു. ഞാൻ അവളെ മറന്നിട്ടില്ല മീര. മരണം വരെ അവൾ എൻ്റെ ഉള്ളിലുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് നിന്നിൽ നിന്നും ഞാൻ അകലം പാലിക്കുന്നത്. ഡാനിയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. നീ വിഷമിക്കേണ്ട.
എന്തു തന്നെയായാലും നിന്റെയും കേറിന്റെയും കുഞ്ഞിനെ ഞാൻ തന്നെ പ്രസവിക്കും. പ്രസവം കഴിഞ്ഞാൽ നിനക്ക് നിന്റെ കുഞ്ഞുമായി എങ്ങോട്ട് വേണമെങ്കിലും പോകാം. അതോടെ നമ്മുടെ കരാർ അവസാനിക്കും. പിന്നീട് ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് വരില്ല, നീ എൻ്റെ ജീവിതത്തിലേക്കും. അടുത്ത 12 മാസക്കാലം മാർക്ക് എനിക്ക് നൽകുന്ന അതേ ശമ്പളം നീ എനിക്ക് നൽകണം. ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ തീർത്ത് കടങ്ങൾ വീട്ടി എനിക്ക് എൻ്റെ മകനോടൊപ്പം സ്വസ്ഥമായി കഴിയണം. മറുപടി പറയാൻ ഡാനിക്ക് അവസരം നൽകാതെ മീര മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു. അധികം വൈകാതെ തന്നെ മെറിയും കുടുംബവും തിരിച്ചെത്തി. വലിയ മാറ്റങ്ങളുമായാണ് മെറി വന്നത്. അവൾ അവളുടെ അമ്മയുടെ കൈ പിടിച്ച് നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവർ തമ്മിലുള്ള വിദ്വേഷം മാറി സ്നേഹം നിറയുന്നത് കണ്ടപ്പോൾ മീരയുടെ ഉള്ളിൽ വല്ലാത്തൊരാശ്വാസം നിറഞ്ഞു. മീര, നിനക്കൊരു കാര്യം അറിയാമോ? അമ്മ എന്നെ കൂടെ കൊണ്ടുപോകാൻ പോകുകയാണ്. മെറി തന്റെ റൈറ്റിംഗ് ബോർഡിൽ തെളിമയുള്ള അക്ഷരത്തിൽ എഴുതി. ആഹാ, അത് കൊള്ളാലോ. അപ്പോൾ മോൾക്ക് മീരയെ വേണ്ടേ? മീര ചിരിച്ചുകൊണ്ട് ചോദിച്ചു. മീരയ്ക്ക് അലോഷിയില്ലേ? പിന്നെ എന്തിനാ ഞാൻ? കുസൃതി നിറഞ്ഞ ആ മറുപടി മീരയുടെ കണ്ണുകളെ ഈർന്നണയിച്ചു. മറുപടി ഒന്നും പറയാതെ ഒരു പുഞ്ചിരിയോടെ മെറിയുടെ നെറ്റിയിൽ ഒരു കുഞ്ഞു മുത്തം നൽകി മീര തന്റെ ജോലിയിലേക്ക് കടന്നു. മീര, മെറിയെ ഉറക്കിയെങ്കിൽ ഒന്ന് ഹാളിലേക്ക് വരാമോ? എനിക്കല്പം സംസാരിക്കാനുണ്ട്. വാതിൽക്കൽ വന്നു നിന്ന് മാർക്ക് പതുക്കെ പറഞ്ഞു. 2 മിനിറ്റ് മാർക്ക്, ഇതാ ഞാൻ എത്തി. എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. മീരയുടെ മറുപടി കേട്ട് മെറി ചോദ്യഭാവത്തിൽ അവളെ നോക്കി. ഒന്നുമില്ല മോളെ, വലിയവരുടെ ചില ചെറിയ കാര്യങ്ങളാണ്. മോൾക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ, ഉറങ്ങിക്കോ കേട്ടോ. ഒരിക്കൽ കൂടി ആ കുഞ്ഞു കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് മീര പറഞ്ഞു. ഡാനി, നീയും കൂടി ഇരിക്കുക, എനിക്ക് മീരയോട് ചിലത് പറയാനുണ്ട്. മാർക്ക് ഗൗരവത്തോടെ തുടങ്ങി. ഞങ്ങൾ ഈ 2 ആഴ്ച സൈപ്രസിലായിരുന്നു. മെറി ജനിച്ച ശേഷം ആദ്യമായിട്ടാണ് അവളും അമ്മയും ഇത്രയേറെ സമയം ഒരുമിച്ച് ചെലവഴിക്കുന്നത്. അത് അവരിലുണ്ടാക്കിയ മാറ്റങ്ങൾ വലുതാണ്. അതെ, മെറിയെ കണ്ടപ്പോഴേ ആ സന്തോഷം എനിക്ക് മനസ്സിലായി. അവൾ ഉടനെ തന്നെ സാധാരണ കുട്ടികളെ പോലെ നടക്കും. മാർക്കിന്റെ വാക്കുകൾ കേട്ടപ്പോൾ മീര പ്രതീക്ഷയോടെ പറഞ്ഞു. അതിലേക്കാണ് വരുന്നത്. ഇപ്പോൾ മകളെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ലെന്നാണ് അവളുടെ അമ്മ പറയുന്നത്. ഇനി ബിസിനസ്സോ തിരക്കുകളോ ഒന്നും വേണ്ട, മകൾക്ക് വേണ്ടി മാത്രം ജീവിക്കാനാണ് അവൾ തീരുമാനിച്ചിരിക്കുന്നത്. വല്ലാത്ത സന്തോഷത്തോടെയാണ് മാർക്ക് അത് പറഞ്ഞത്. അപ്പോൾ മേഡം ഇനി ഇവിടെ ഉണ്ടാകുമോ? മെറി പറഞ്ഞത് ഓർത്തെങ്കിലും മീര അതൊന്നുകൂടി ഉറപ്പിക്കാനായി ചോദിച്ചു. ഇല്ല മീര, ഞങ്ങൾ ഉടനെ തന്നെ ഇംഗ്ലണ്ടിലേക്ക് പോവുകയാണ്. മെറിയും ഞങ്ങളോടൊപ്പം വരും. അവൾക്കും അതാണ് താല്പര്യം. മാർക്ക് പറഞ്ഞപ്പോൾ മീരയും ഡാനിയും അർത്ഥഗർഭമായി പരസ്പരം നോക്കി. മീര, ഇപ്പോൾ എൻ്റെ മുൻപിലുള്ള പ്രശ്നം നിനക്ക് മറ്റൊരു ജോലി കണ്ടെത്തുക എന്നതാണ്. പിന്നെ ചില ഔദ്യോഗിക നടപടികളും തീർക്കാനുണ്ട്, മാർക്ക് പറഞ്ഞു നിർത്തി. മാർക്ക്, എൻ്റെ ജോലിയെ ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയത് ഒരു വിധത്തിൽ നന്നായി. ഞങ്ങൾ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഇത് എളുപ്പമാകും. മീര ശാന്തതയോടെ മറുപടി നൽകി. അതെന്താ മീര നീ അങ്ങനെ പറഞ്ഞത്? മാർക്ക് സംശയത്തോടെ അവരെ നോക്കി. നിങ്ങൾ പോയ ഈ 2 ആഴ്ച അതെന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ദിവസങ്ങളായിരുന്നു. വീണ്ടും വേദനയുടെ കനൽ വഴികളിൽ കൂടെ എനിക്ക് നടക്കേണ്ടി വന്നു. ആ സമയത്ത് എനിക്ക് തണലായത് ഡാനിയാണ്. അതുകൊണ്ട് തന്നെ അവന് തണലാകുക എന്നത് എൻ്റെ കടമയാണ്. മീര ദീർഘമായി ശ്വാസം വലിച്ചു വിട്ടു. എന്താണ് മീര നീ പറയുന്നത്? ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോൾ എന്താണ് സംഭവിച്ചത്? മാർക്ക് അസ്വസ്ഥനായി. മാർക്ക്, ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകാം. പതുക്കെ ഡാനി ഇടപെട്ടു. കഴിഞ്ഞ 2 ആഴ്ച അവിടെ നടന്ന സംഭവങ്ങളെല്ലാം ഡാനി ചുരുങ്ങിയ വാക്കുകളിൽ മാർക്കിന് വിവരിച്ചു കൊടുത്തു. മാർക്ക് എല്ലാം മൗനമായി കേട്ടിരുന്നു. സോറി മീര, എല്ലാത്തിനും കാരണം എൻ്റെ യാത്രയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ദുർഘടമായ സാഹചര്യങ്ങളിലൂടെ നിനക്ക് കടന്നു പോകേണ്ടി വരില്ലായിരുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ ഭാര്യ ഇങ്ങനെ ഒരു യാത്ര ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ആരെയും അറിയിക്കാതെ പെട്ടെന്ന് പോകേണ്ടി വന്നത്. പക്ഷേ ഇതിത്രയധികം നിന്നെ തളർത്തുമെന്ന് ഞാൻ കരുതിയില്ല. മാർക്കിന്റെ സ്വരത്തിൽ കുറ്റബോധം നിഴലിച്ചു. അതൊന്നും സാരമില്ല മാർക്ക്, എല്ലാം വിധി പോലെ നടക്കട്ടെ. മീര അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. മീര, നീ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ തീരുമാനം അതൊരു വലിയ മണ്ടത്തരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തിന്റെ പേരിലാണെങ്കിലും അത് വേണ്ട. അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം മാർക്ക് പറഞ്ഞു. ഇല്ല മാർക്ക്, ഈ തീരുമാനത്തിൽ നിന്നും ഇനി ഒരു പിന്മാറ്റമില്ല. മീര ഉറപ്പോടെ പറഞ്ഞു. കുഞ്ഞെ, ഞാൻ ഈ ലോകം ഒരുപാട് കണ്ടതാണ്. നീ ഒരു പാവം പെൺകുട്ടിയാണ്, നന്മയുള്ളവൾ. നിനക്ക് ചെയ്യാവുന്ന കാര്യമല്ല ഇത്. നിന്റെ ഉദരത്തിൽ വളരാൻ പോകുന്നത് ഡാനിയുടെയും കേറിന്റെയും കുഞ്ഞാണെങ്കിലും
10 മാസം അത് നിന്റെ ജീവന്റെ ഭാഗമായിരിക്കും. ആ കുഞ്ഞിനോട് നിനക്ക് തോന്നുന്ന വൈകാരികമായ അടുപ്പം നിന്നെ പിന്നീട് കൂടുതൽ സങ്കടങ്ങളിലേക്ക് തള്ളിവിടും. അത് കാണാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. മാർക്ക്, ഇതുവരെ ഞാൻ അനുഭവിച്ച സങ്കടങ്ങളെക്കാൾ വലുതല്ല ഇനി വരാനിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയമില്ല. ഡാനിക്ക് ഒരു വാടക ഗർഭപാത്രം കണ്ടെത്താൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. പക്ഷെ പണത്തിനു വേണ്ടി വരുന്ന ആ സ്ത്രീക്ക് ആ കുഞ്ഞിനെ സ്നേഹിക്കാൻ കഴിയില്ല. ഞാൻ കേരനെയും ഡാനിയെയും ഒരുപാട് സ്നേഹിക്കുന്നു. ആ സ്നേഹം കൊണ്ട് തന്നെ അവരുടെ കുഞ്ഞിനെ എൻ്റെ ഉദരത്തിൽ വഹിക്കുമ്പോൾ അതിന് ആ വാത്സല്യത്തിന് കരുത്തുണ്ടാകും. മീരയുടെ വാക്കുകളിൽ എന്തെന്നില്ലാത്ത കരുതൽ നിറഞ്ഞു നിന്നു. അവരെ പുഞ്ചിരിയോടെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ തുടർന്നു പറയാൻ തുടങ്ങി. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ മുതൽ അതൊരു പൂർണ്ണ മനുഷ്യജീവിയാണ്. ആ ജീവൻ തീർച്ചയായും അമ്മയുടെ കരുതലും സ്നേഹവും ആഗ്രഹിക്കും. മറ്റാരേക്കാൾ നന്നായി അത് നൽകാൻ എനിക്ക് കഴിയും. മീരയുടെ വാക്കുകളിൽ അചഞ്ചലമായ ഉറപ്പുണ്ടായിരുന്നു. മീര പറയുന്നത് എത്ര സത്യമാണെന്ന് ഡാനി ഓർത്തു. എന്തുകൊണ്ടാണ് തനിക്ക് ഇങ്ങനെ ഒരു വശം ചിന്തിക്കാൻ കഴിയാതെ പോയത്? അവൻ സ്വയം ചോദിച്ചു. മീര പറയുന്നത് ശരിയായിരിക്കാം. പക്ഷേ 9 മാസത്തിനു ശേഷം ആ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ നിനക്ക് മനസ്സില്ലാതെ വന്നാൽ അത് വലിയ പ്രശ്നമാകില്ലേ? അവിടേക്ക് വന്ന മെറിയുടെ അമ്മ ആശങ്കയോടെ ചോദിച്ചു. അങ്ങനെ ഒരു സാഹചര്യം വന്നേക്കാം. പക്ഷേ അതിനൊക്കെ നിയമപരമായ പരിധികളുണ്ടല്ലോ. ഞാൻ ആഗ്രഹിച്ചാൽ പോലും എനിക്ക് ആ കുഞ്ഞിനെ സ്വന്തമാക്കാൻ കഴിയില്ല. മീര ശാന്തമായി പറഞ്ഞു. എനിക്കറിയാം മീര, ഇസ്രയേലിലെ സരോഗസി നിയമപ്രകാരം സരോഗറ്റ് മാതാവിന് കുഞ്ഞിന്റെ മേൽ നിയമപരമായ യാതൊരു അവകാശങ്ങളുമില്ല. ആരോഗ്യ മന്ത്രാലയത്തിന്റെയും ഫാമിലി കോടതിയുടെയും കർശനമായ മേൽനോട്ടത്തിലും മുൻകൂട്ടിയുള്ള കരാറുകളിലുമാണ് ഈ പ്രക്രിയ നടക്കുന്നത്. പക്ഷേ ഇവിടെ അതല്ല കാര്യം. നിയമപരമായ അവകാശമില്ലെങ്കിലും 10 മാസം ചുമന്ന് പ്രസവിക്കുമ്പോൾ നിന്റെ മനസ്സ് ആ കുഞ്ഞിനെ സ്നേഹിച്ചു തുടങ്ങും. അതൊരു വലിയ നൊമ്പരമായി മാറില്ലേ? മെറിയുടെ അമ്മ വീണ്ടും ചോദിച്ചു. മീര അവരെ നോക്കി വേദനയോടെ ഒന്ന് പുഞ്ചിരിച്ചു. ആ വൈകാരികമായ അടുപ്പ സത്യമാണ്. പക്ഷേ ഞാനൊരു സാധാരണ ഇന്ത്യൻ സ്ത്രീയാണ്. എത്ര പുരോഗമനവാദങ്ങൾ പറഞ്ഞാലും എനിക്ക് എൻ്റെ സംസ്കാരത്തെ തള്ളിക്കളയാനാവില്ല. വിദേശത്ത് ജോലിക്ക് വന്ന എനിക്കൊരു കുഞ്ഞുമായി നാട്ടിലേക്ക് മടങ്ങാനാകില്ല. ഡാനിയും കേരനും എനിക്ക് നൽകിയ സ്നേഹത്തിന് പകരമായി എന്തെങ്കിലുമൊക്കെ ഞാനും ചെയ്യണ്ടേ? എൻ്റെ ഉദരത്തിൽ വളരാൻ പോകുന്ന ആ കുഞ്ഞിനെ 9 മാസക്കാലം ഞാൻ പൊന്നുപോലെ നോക്കും. ആ കുഞ്ഞ് എന്നെ തേടി വരാത്ത കാലത്തോളം ഞാൻ അതിനെ സ്വന്തമാക്കാൻ ശ്രമിക്കില്ല. ഒരു വാടക ഗർഭപാത്രത്തിന് ഉടമയെ തേടി ആ കുഞ്ഞു വരാനുള്ള സാധ്യതയുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ ഭയം വേണ്ട. മീരയുടെ വാക്കുകൾക്ക് കാര്യരുമ്പിന്റെ ഉറപ്പുണ്ടായിരുന്നു. മീര, നീ എന്ത് തന്നെ പറഞ്ഞാലും എനിക്കത് ശരിയാണെന്ന് തോന്നുന്നില്ല. മാർക്ക് ഇടപെട്ടു. ഈ സാഹസത്തിനൊന്നും നിൽക്കാതെ നീ നാട്ടിലേക്ക് മടങ്ങണം. ഡാനിക്ക് നൽകാനുള്ള പണം ഞാൻ നൽകിക്കോളാം. അവൻ നിന്നെ ശല്യം ചെയ്യില്ല. മാർക്ക്, നിങ്ങൾ ഈ കാണിക്കുന്ന സ്നേഹം മെറിയെ അവളുടെ അമ്മയുമായി അടുപ്പിച്ചതിനുള്ള കടപ്പാടാണെന്ന് എനിക്കറിയാം. പക്ഷേ അതൊരു ദൈവനിശ്ചയം മാത്രമാണ്. അതുപോലെ ഡാനിയോടും എനിക്കൊരു കടപ്പാടുണ്ട്. അത് തീർക്കാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം. മീര കണ്ണീരോടെ അവർക്ക് മുൻപിൽ കൈകൂപ്പി. ശരി, നമുക്കിതേക്കുറിച്ച് ഒന്നുകൂടി ആലോചിക്കാം. മറ്റന്നാളാണ് ഞങ്ങൾ മടങ്ങുന്നത്. അതിനുള്ളിൽ ഒരു തീരുമാനവും എടുക്കാം. എത്രയൊക്കെ ശ്രമിച്ചിട്ടും മീരയെ പിൻവലിപ്പിക്കാനാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാർക്കിന്റെ ഭാര്യ പറഞ്ഞു. പിന്നെ മീര, നിന്റെ പഴയ എംപ്ലോയർ ഗിറ്റലിന്റെ മകൻ വിളിച്ചിരുന്നു. നിന്റെ സെറ്റിൽമെന്റ് കാര്യങ്ങൾ നീ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരുമിച്ച് തീർക്കാമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. മാർക്ക് കൂട്ടിച്ചേർത്തു. മാർക്ക്, ഇനിയും വൈകാനാകില്ല. രാത്രി ഒരുപാട് വൈകിയിരിക്കുന്നു. അത് പറഞ്ഞുകൊണ്ട് ഡാനി എഴുന്നേറ്റു. ഡാനി, ഒരു കാര്യം കൂടി. ഇവരിവിടെ നിന്നും പോകുമ്പോൾ നമുക്ക് താമസിക്കാൻ ഒരു വീട് കണ്ടുപിടിക്കണം. ചികിത്സയ്ക്ക് ശേഷം 9 മാസക്കാലങ്ങൾ എനിക്കിവിടെ തങ്ങേണ്ടി വരും. മീര ഡാനിയെ ഓർമ്മിപ്പിച്ചു. ശരിയാണ്, ഞാനത് ഓർത്തില്ല. അതേപ്പറ്റി നമുക്ക് നാളെ സംസാരിക്കാം. നിന്നെ പിന്തിരിപ്പിക്കാനാവില്ലെന്ന് എനിക്ക് മനസ്സിലായി മീര. എല്ലാം ദൈവത്തിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. അത് പറഞ്ഞുകൊണ്ട് ഡാനി നടന്നകലുമ്പോൾ മീരയുടെ ഉള്ളിൽ ഒരു വിങ്ങൽ അവശേഷിച്ചു. പിറ്റേന്ന് രാവിലെ ഡാനി എത്തുമ്പോൾ മാർക്കും കുടുംബവും തിരക്കിലായിരുന്നു. സോറി ഡാനി, ഇന്നലെ തീരുമാനങ്ങൾ എടുക്കുന്ന തിരക്കിൽ വൈകിയാണ് ഉറങ്ങിയത്. മാർക്ക് ക്ഷമാപണം നടത്തി. അതൊന്നും സാരമില്ല മാർക്ക്. സോഫയിലേക്ക് ഇരുന്നു കൊണ്ട് ഡാനി പത്രത്തിലേക്ക് കണ്ണടച്ചു. മീര, നീയും കൂടി ഇങ്ങോട്ട് വരൂ, മാർക്ക് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മീര വല്ലാത്ത ആകാംക്ഷയോടെ അവിടേക്ക് വന്ന് ഡാനിയുടെ അരികിലായിരുന്നു. രണ്ടുപേരോടുമായി ഞങ്ങൾക്ക് ചിലത് പറയാനുണ്ട്. ഞാനും ഭാര്യയും കൂടി ഇന്നലെ രാത്രി ഒരു തീരുമാനമെടുത്തു. മെറിയുടെ ജീവിതത്തിലുണ്ടായ മാറ്റത്തിന് കാരണം മീരയാണ്. അതുകൊണ്ട്
നാട്ടിൽ മീരയ്ക്കുള്ള കടങ്ങളും മകന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ കടങ്ങളും മാർക്ക് അസോസിയേറ്റ് ഏറ്റെടുക്കുന്നു. ഇനി മീര അതേക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. കേട്ട വാർത്ത വിശ്വസിക്കാനാകാതെ മീരയും ഡാനിയും പരസ്പരം നോക്കുമ്പോൾ മാർക്ക് തുടർന്നു. ഇനി വരാൻ പോകുന്ന 9 മാസക്കാലങ്ങൾ, ആ സമയം നീ ഡാനിക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോൾ ലഭിക്കുന്ന ശമ്പളം നിന്റെ സമ്പാദ്യമായി കരുതി നിനക്ക് നാട്ടിലേക്ക് മടങ്ങാം. നിന്റെ മകനോടൊപ്പം സമാധാനമായി ജീവിക്കാം. എന്തു പറയുന്നു? മാർക്ക് അത് പറയുമ്പോൾ മെറി തന്റെ അമ്മയുടെ അരികിലിരുന്ന് കുസൃതിയോടെ മീരയെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. ഒരു വലിയ ഭാരമൊഴിഞ്ഞ ആശ്വാസത്തിലായിരുന്നു മീര. എങ്കിലും വരാനിരിക്കുന്ന പുതിയ ഉത്തരവാദിത്വം അവളുടെ മുൻപിൽ ഒരു ചോദ്യചിഹ്നമായി നിന്നു. നിങ്ങൾക്ക് എന്നോടുള്ള ഈ സ്നേഹത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് വേണ്ടെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇത്രയധികം പണം വെറുതെ സ്വീകരിക്കാൻ എനിക്ക് അർഹതയുണ്ടോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. മീര ഒരു ചെറിയ തേങ്ങലോടെ പറഞ്ഞു. അവളുടെ വാക്കുകളിൽ ആത്മാർത്ഥമായ ഒരു സങ്കോചം നിറഞ്ഞു നിന്നിരുന്നു. മീര, ഇത് നിന്നോടുള്ള കടപ്പാട് കൊണ്ട് മാത്രമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളോടുള്ള സ്നേഹം കൂടിയാണ്. മെറിയുടെ അമ്മ എഴുന്നേറ്റ് വന്ന് മീരയുടെ കൈകൾ ചേർത്ത് പിടിച്ചു. ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് കരുതി ഞങ്ങളുടെ മകളെയാണ് നീ ഞങ്ങൾക്ക് നൽകിയത്. നീ അവൾക്ക് പകർന്നു കൊടുത്ത നല്ല ചിന്തകൾ അവളെയും ജീവിതത്തെ പോസിറ്റീവായി കാണാൻ പഠിപ്പിച്ചു. അതുകൊണ്ട് ഇതിന് അർഹതയില്ലെന്ന് നീ ഒരിക്കലും കരുതരുത്. ഇങ്ങനെയൊരു സമ്മാനം സ്വീകരിക്കാൻ മറ്റാരേക്കാളും നിനക്ക് അവകാശമുണ്ട്. ഞാൻ എൻ്റെ കടമ മാത്രമാണ് ചെയ്തത്. ഓരോ മനുഷ്യർക്കും ഓരോ കാലഘട്ടത്തിൽ ലഭിക്കേണ്ട നന്മകൾ ദൈവം നൽകുക തന്നെ ചെയ്യും. എൻ്റെ കടങ്ങൾ അത് ഞാൻ പതുക്കെ അധ്വാനിച്ചു വീട്ടിക്കൊള്ളാം. കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് മീര വിനയത്തോടെ പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാണ് മീര. ദൈവം ഓരോരുത്തർക്കും അർഹതയുള്ളത് നൽകും. ഇത്രയും കാലം നീ മറ്റുള്ളവർക്ക് ചെയ്ത നന്മകൾക്ക് ദൈവം നൽകുന്ന സമ്മാനമായി ഇതിനെ കരുതിക്കൂടെ? അത് പറഞ്ഞുകൊണ്ട് മാർക്ക് സ്നേഹത്തോടെ അതിലേറെ വാത്സല്യത്തോടെ മീരയുടെ തലയിൽ തലോടിക്കൊണ്ട് തുടർന്നു. ഇത്രയും കാലം മെറിയെ ഓർത്തുള്ള ഒരേ ഒരു വേദന മാത്രമായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ. ആ വേദന മായ്ച്ചു കളഞ്ഞതിന് ദൈവനാമത്തിൽ ഞങ്ങൾ നൽകുന്ന സ്നേഹ സമ്മാനമാണിത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട മീരയ്ക്ക് എന്തൊക്കെ നൽകിയാലും അത് മതിയാകില്ല. അതുകൊണ്ട് ഇനി ഇതേക്കുറിച്ച് മറുത്തൊന്നും പറയരുത്. ഒരു പിതാവിന്റെ കരുതൽ ആ വാക്കുകളിൽ മീര അനുഭവിച്ചറിഞ്ഞു. ഡാനി ആ കാഴ്ച കണ്ടുകൊണ്ട് ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ അവരെ നോക്കി പുഞ്ചിരിച്ചു. ജീവിതം മീരയ്ക്ക് മുൻപിൽ പുതിയൊരു വാതിൽ തുറന്നിടുകയാണെന്നാണ് അവന് തോന്നിയത്. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഞങ്ങൾ നാളെ തന്നെ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങുകയാണ്. ഇനി ഞങ്ങൾക്ക് ഈ വീടിന്റെ ആവശ്യമില്ല. മാർക്ക് പറഞ്ഞു നിർത്തി. തൽക്കാലം മീര ബെന്നിന്റെ വീട്ടിൽ താമസിച്ചോളും മാർക്ക്. വൈകാതെ തന്നെ ഞാൻ മറ്റൊരു വീട് കണ്ടെത്തിക്കോളാം. മാർക്കിന്റെ വാക്കുകൾ പൂർത്തിയാകും മുൻപേ ഡാനി ഇടപെട്ടു. അത് തന്നെയാണ് ഞാൻ പറയാൻ വന്നത് ഡാനി. നീ ഇടയ്ക്ക് കയറി ഗോളടിക്കല്ലേ? മാർക്ക് ചിരിച്ചുകൊണ്ട് തുടർന്നു. ഞങ്ങൾ തൽക്കാലം ഈ വീട് വിൽക്കുന്നില്ല. ഇന്നു മുതൽ മീര എവിടെയാണ് താമസിക്കുന്നത്? ചികിത്സ ആരംഭിക്കുമ്പോൾ മീരയ്ക്ക് സഹായത്തിനായി ഒരാൾ അരികിലുണ്ടാകണം. അതുകൊണ്ട് സിഗാളിനോട് 1 വർഷത്തേക്ക് കൂടി ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ശമ്പളവും മറ്റു കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കോളാം. മാർക്ക് ഒരു പിതാവിനെ പോലെ തന്നെ സുരക്ഷിതത്വം കൂടി ഉറപ്പാക്കിയപ്പോൾ മീരയുടെ മിഴികൾ വീണ്ടും ഈറനണിഞ്ഞു. മാർക്ക്, നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഞാനതിന് ശ്രമിച്ചാൽ തന്നെ നന്ദി എന്ന വാക്ക് വല്ലാതെ ചെറുതായി പോകും. നിങ്ങളുടെ ഈ വലിയ മനസ്സിന് ദൈവം പ്രതിഫലം നൽകട്ടെ. മരണം വരെ എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉണ്ടാകും. സാധാരണ പെൺകുട്ടികളെ പോലെ നിങ്ങളുടെ മകൾ ഇനിയുള്ള കാലം നിങ്ങൾക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകട്ടെ. നിറഞ്ഞ കണ്ണുകളോടെ മീര അവർക്ക് നേരെ കൈകൂപ്പി. മീര, മോൾ കുറുക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു. അവളെ ഒന്ന് കിടത്താമോ? തന്റെ അരികിലിരുന്ന് ക്ഷീണം കൊണ്ട് ഞെളിപിരി കൊള്ളുന്ന മെറിയെ നോക്കി മാർക്ക് ചോദിച്ചു. മീര ഉടൻ തന്നെ മെറിയെ അവളുടെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി സാവധാനം കിടത്തി. തിരികെ നടക്കാൻ തുടങ്ങിയ മീരയുടെ കൈകളിൽ മെറി മുറുകെ പിടിച്ചു. മീര, നിനക്ക് സന്തോഷമായോ? അവൾ മെല്ലെ ചോദിച്ചു. അങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്താ പറയുക മോളെ? പക്ഷേ എനിക്ക് കിട്ടുന്നതെല്ലാം വല്ലാതെ കൂടിപ്പോയോ എന്നൊരു സംശയം. മീര ആലോചനയോടെ പറഞ്ഞു. ഒട്ടും കൂടിപ്പോയിട്ടില്ല മീര. എൻ്റെ ഡാഡി ഭയങ്കര റിച്ചാ. മെറി വളരെ സാവധാനം വാക്കുകൾ കോർത്തിണക്കി പറഞ്ഞു. 3 തലമുറയ്ക്ക് തിന്നാനുള്ളത് ഡാഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തിനാ ഇതെല്ലാം ബാക്കി വെക്കുന്നത്? അവളുടെ നിഷ്കളങ്കമായ മറുപടി കേട്ട് മീര അറിയാതെ പുഞ്ചിരിച്ചു പോയി. ദാ ഈ കാണുന്ന ലാപ്ടോപ്പ് അത് ഇനി നിന്റേതാണ്. എൻ്റെ വക ഒരു കുഞ്ഞു സമ്മാനം. എനിക്കിനി അതിൻ്റെ ആവശ്യമില്ല. നിനക്കത് പ്രയോജനപ്പെടും. മെറി തൻ്റെ സമ്മാനം പ്രഖ്യാപിച്ചപ്പോൾ മീരയുടെ ഉള്ളം വാത്സല്യം കൊണ്ട് നിറഞ്ഞു. എനിക്ക് എന്തിനാ മോളെ ലാപ്ടോപ്പ്? അതൊന്നും എനിക്ക് ആവശ്യമില്ല. അത് മോള് തന്നെ എടുത്തോ. മീര അവളുടെ തലയിൽ വാത്സല്യത്തോടെ തലോടിക്കൊണ്ട് പറഞ്ഞു. മീര, നാട്ടിലെത്തുമ്പോൾ ഇത് അലോഷിക്ക് കൊടുക്കാം.
ഈ കുഞ്ഞു പെങ്ങളുടെ ഒരു കുഞ്ഞു സമ്മാനമാണെന്ന് പറഞ്ഞാൽ മതി. മെറി വാക്കുകൾ പിറക്കി പിറക്കി പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം, നീ ഡാനിയുടെ കുഞ്ഞിനെ പ്രസവിക്കാൻ പോവുകയല്ലേ? എനിക്ക് ആ കുഞ്ഞു വളരുന്നത് കാണണം. ജനിക്കാൻ പോകുന്നത് എൻ്റെ കൂടപ്പിറപ്പല്ലേ മീര? രഹസ്യം പറയുന്നത് പോലെ മെറി അത് പറഞ്ഞപ്പോൾ മീര അത്ഭുതപ്പെട്ടു പോയി. ഒന്നും അറിയുന്നില്ലെന്ന് കരുതിയ ഈ കുഞ്ഞു ചുറ്റുമുള്ളതെല്ലാം എത്ര കൃത്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. മീര, നീ ഒരിക്കലും നടത്തിത്തരില്ലെന്ന് ഉറപ്പുള്ള ഒരാഗ്രഹം ഞാൻ പറയട്ടെ. മെറി മീരയെ നോക്കി. ഇത് സിഗ്നേച്ചർ ഓഫ് ലവ് മീര തുടരും. അടുത്ത ഭാഗവുമായി ഉടൻ കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.